നമ്മൾ കുറേ കാലമായി പ്ലാൻ ചെയ്യണേ മണാലിക്ക് പോവാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ മണാലിക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഫസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആഗ്രയാണ്. ആഗ്രയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലം പറഞ്ഞൊക്കെയാണെങ്കിൽ ആഗ്ര ഫോർട്ടയം, പിന്നെ താജ്മഹൽ, പിന്നെന്താ നേരെ റൂമ് കയറുക, കിടന്നുറങ്ങുക. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ഇത്ര ദിവസം ഫുള്ള്, അതായത് 2.5 ദിവസം ഞങ്ങൾ 2.25 ദിവസം കുറച്ച് നേരം കൂടി ഞങ്ങൾ ഫുള്ള് ട്രെയിനിലായിരുന്നു. അപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ തൊട്ട് നമ്മളെ വ്ളോഗിൻ്റെ 1 ഡേ സ്റ്റാർട്ട് ചെയ്യും. 1 ഡേ ഇല്ലെങ്കിൽ ഡേ 3 ആയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മളെ വ്ളോഗിൻ്റെ 1 ഡേ സ്റ്റാർട്ട് ചെയ്യും. ലഞ്ചുണ്ട്. നമ്മളങ്ങനെ ലാസ്റ്റ് ആഗ്രയിൽ ഉച്ചയ്ക്ക് അവർക്ക് പോവാനുള്ള സർപ്രൈസ് ആണ്. ഞങ്ങൾ അവിടെ തിരിക്കാതെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ചെയ്ത് ആദ്യം പള്ളം നിറക്കണം. പള്ളയാണെങ്കിൽ മെയിൻ്റെ പട്ടിണി. ആക്ച്വലി സെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ തട്ടുമ്പോൾ ഞങ്ങൾ എടുത്തിട്ടത്. ഇപ്പാണെങ്കിൽ നല്ല ചൂടാണ്. അങ്ങനെ നമ്മൾ വൺ ഓഫ് ദി വേൾഡ് വണ്ടേഴ്സ് കാണാൻ. എന്താ വൺ ഓഫ് ദി വേൾഡ് വണ്ടേഴ്സ് പറയും? ഓക്കെ, ചിലർക്കൊന്നും വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്കത് ഭയങ്കര നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിലേക്ക് അത് നടക്കാത്ത പലരും ഉണ്ട് ഇപ്പോഴും. നമുക്കത് വലിയ നമ്മൾ പോയിരിക്കും. നമ്മൾ പോവാണ്. അത്രയും ദിവസം ട്രെയിനിലിരുന്ന് ഗ്രാമപ്രദേശങ്ങളും അങ്ങനെ കുറച്ച് ലോക്കൽ ഏരിയ ഒക്കെ കണ്ട് മടുത്ത് ഞങ്ങൾക്ക് ഇതൊരു പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു കേട്ടോ. ആ ഒരു ടൗൺ ഏരിയ എങ്ങനെയായിരിക്കും, അതായത് ആഗ്രേൻ്റെ ഒരു ഫുൾ ഫീൽ കിട്ടണമെങ്കിൽ ഈ ടൗൺ ഏരിയകൾ കാണണമല്ലോ. അല്ലാതെ ഇപ്പം എന്ത് കിട്ടാനാ. പിന്നെ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയല്ല, കിട്ടില്ലാണ്. കാരണം അത്രയും ദിവസം ട്രെയിനിൽ കുലുങ്ങി വന്ന ഞങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം പുറത്തത്തെ നോയ്സും നമ്മളെ ഒട്ടും ശല്യം ചെയ്തില്ല കേട്ടോ. പിന്നെ ഈ കാണിക്കാൻ പോണതാണ് മിസ്റ്റർ ആദിൽ, ഞങ്ങളെ ഗൈഡായിരുന്നു കേസ്. താജ്മഹലും അതുപോലെ തന്നെ ആഗ്ര ഫോർട്ടും കാണും. ഓക്കെ, ബാക്കി നമുക്ക് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ആഗ്രയിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെത്തിയപ്പോൾ എല്ലാവരും ലഗേജൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് നടന്നു പോയി. ലിഷ, ആർ യു ടയർഡ്? ഇതാണ് ഞങ്ങളിന്ന് ഹോട്ടലിൻ്റെ റിസപ്ഷന്. എല്ലാവരും ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലാഗായിട്ട് റിസപ്ഷനിൽ തന്നെ കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. റൂം കിട്ടില്ല. ഒന്നും പറയല്ല. എന്തേ പറയണ്ടോ? ഒന്നും പറയല്ല. ശരി, കുറച്ചധികം നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം റൂമൊക്കെ അലൗഡായിട്ട് കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി നീറ്റായിട്ടുള്ള റൂമാണ് എല്ലാവർക്കും കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫ്രഷ് ആവാനായിട്ട് കയറി ഗൈസ്. ഞങ്ങളങ്ങനെ വലിയ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ പോകണം. ഞാൻ ഓടട്ടെ? ഓടറാ. സൺകിസ് അല്ല, സ്ലാബാണ് ഗൈസ്, സ്ലാബ്. ഇന്ന് നമുക്ക് ഇനി ഇവിടെ കഴിക്കാനുള്ളത് പപ്പടാണ്. സമൂസ പപ്പടം, മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്. തക്കാളി ഇല്ല സാലഡ്, കുറേ തക്കാളി മാത്രമുണ്ട്. പിന്നെ ചോറാണിത്. പറഞ്ഞോ, ദാൽ മക്കാനി ആണ്. ഇത് കൊലായി പനീറാണ്. പനീറൊക്കെ ഉണ്ട്. പനീറാട്ടത്. ആലു മട്ടനോ? ഇത് ആലു ആണ്. ആലു മഫൻ. ഇത് റൊട്ടി. അപ്പൊ ഇതാണ് നമ്മളിവിടെ ഐസ്ക്രീം ഉണ്ട്. വിത്ത് ഐസ്ക്രീം വെജാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല. നല്ല വിശപ്പുള്ളതുകൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഫുഡിന്. ഈ നോർത്ത് ഇന്ത്യയിലെ ഫുഡ് മോശമാണെന്ന് പറയുന്നത് നല്ല ഫുഡാണ് നോർത്ത് ഇന്ത്യ. അങ്ങനെ ഇത്ര ഐറ്റംസ് ഞാനും എടുത്ത് നേരെ ടേബിളിൽ പോയിരുന്നു. അലീഷനോടും പവിത്രനോടൊക്കെ ഞാൻ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ ചോദിച്ചു. അന്നേരം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ ഞാനിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ ഫുള്ള് തക്കിട്ടാൻ മറിച്ചൊരു ഫുഡായിരുന്നു ഗൈസ് ഇത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും ഓടി കഴിച്ച് ബസ്സിൽ കയറി. അടുപ്പിച്ച് നിൽക്കാം. നിങ്ങൾ ഇടയിൽ വേറെ ആൾക്കാരെ കയറ്റാൻ കേട്ടോ. നമ്മുടെ ടീമിനെ പഠിച്ചെടുക്കണം, സ്കാൻ ചെയ്ത് ഈസിയായിട്ട് കയറാൻ പറ്റുള്ളൂ. അരമണിക്കൂർ നേരത്തെ അടക്കും. ഏകദേശം ഇപ്പോൾ ഫോർട്ടാണ്, ഈ ആഗ്ര ഫോർട്ട് ആണെങ്കിൽ ഏകദേശം 5 മണിക്ക് ക്ലോസാണ്. 4:50 ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യും. എൻട്രി ഉണ്ടാവും, എൻട്രി ക്ലോസ് ചെയ്യും. അകത്താണ് ഈ ബസ്. അങ്ങനെ ഈ ട്രിപ്പിൽ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ താജ്മഹൽ കാണാനായിട്ട് ഞങ്ങളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓരോ പടി മുന്നോട്ട് എത്തുമ്പോഴും അത് കാണാനുള്ള ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ ഉള്ളിൽ തുടിച്ച് ഇങ്ങനെ കയറിയായിരുന്നു ഗൈസ്. പിന്നെ ഇറങ്ങിക്കുകയാണ് അവിടെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും. നമ്മളെല്ലാം ലിപ്സ്റ്റിക് ഉണ്ടായി വരെ വാങ്ങി വെക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ അതിൽ ഞങ്ങളെത്തൊന്നും അങ്ങനെ വാങ്ങി വെച്ചിട്ടൊന്നുമില്ല. പോകുന്ന വഴി 2 സൈഡിലും ഇത് താജ്മഹലിൽ പഴയ കുറേ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ നൈസ്. ഇതാണ് ഞങ്ങളെ വിദ്യാമിസ് സന്തോഷത്തോടെ പറയാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണെന്ന്. മിസ്സിൻ്റെ മാത്രമല്ല, ഈ കൂട്ടത്തിൽ പോകുന്ന പലരുടെയും ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഗൈസ് എൻ്റെതും. അങ്ങനെ ഇതേ ഞങ്ങൾ ഈ ബുക്കിൻ്റെ ചട്ടയിലൊക്കെ കണ്ട ആ ഒരു താജ്മഹലില്ലേ, അത് കാണാൻ ഞങ്ങൾ പോവാണ് ഗൈസ്. എൻ്റെ കണ്ണിന് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഈ ക്യാമറ നോക്കിയപ്പോൾ അപ്പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വിഷയം എടുത്തത്. കുറച്ചുകൂടി ഹൈറ്റിൽ പൊക്കി വെച്ച് എന്ത് ചെയ്യാനാ, ഇതൊക്കെ ഒരു രസം. പക്ഷേ ഇതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഞാൻ ഇതിൽ കാണിക്കാനോ എടുക്കാനോ ഒക്കെ മറന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. ഇതൊക്കെ എല്ലാവരും പോയി മസ്റ്റായിട്ട് കാണേണ്ട സംഭവമാണ്. കാണാത്ത ആൾക്കാരെ കാണുക ഗൈസ്. ഇതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഇത് മസ്റ്റായിട്ട് കാണേണ്ട സംഭവമാണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ബാക്കിൽ ഫുള്ള് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ ടൈമാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. പിന്നെ പുറകിലുള്ള യമുനാ നദിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ താജ്മഹൽ തൊടണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ തൊട്ടു. നല്ല തണുപ്പായിരുന്നു ഗൈസ്. പിന്നെ ഐവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗൈഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ക്ലാസ് ആണല്ലോ. ഇവിടെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് എല്ലാവർക്കും അറിയുന്ന പോലുള്ള ഇൻഫർമേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഈ ഒരു യമുനാ നദീൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അക്കരെ നോക്കിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബേസ് ഇങ്ങനെ പണിത് വെച്ചേക്കുന്ന കാണാം. അപ്പോൾ ഗൈഡ് പറഞ്ഞൊരു ഇൻഫർമേഷൻ അങ്ങനെയാണ് കേട്ടോ. എന്താ പറയുക, അവിടെ ഒരു സംഭവം കൂടി, അതായത് താജ്മഹലിനെ പോലെ തന്നെ ഒരു സംഭവം കൂടി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേങ്കിൽ അന്നേരം ഷാജഹാൻ ചക്രവർത്തി ജയിലിലാവുകയും അങ്ങനെ തടവിലാക്കപ്പെട്ടതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റായൊക്കെ വന്നു. അതായത് അതിൻ്റെ ജസ്റ്റ് ബേസ് മാത്രമേ ഉണ്ടാക്കി വെച്ചുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനിങ്ങനെ ഓർത്ത് അതും കൂടി കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നില്ലേ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചരിത്രത്തിലൊരു നായക കല്ലായി മാറിയിരുന്നു അതൊക്കെ അല്ലേ. പക്ഷേ യോഗയില്ല ഗൈസ്. പിന്നുണ്ടല്ലോ ഷാജഹാൻ ചക്രവർത്തി ആഗ്ര ഫോർട്ട് നിന്നിട്ട് ഏതൊരു ജനാല വഴിയോ അങ്ങനെ എന്തോ നോക്കിക്കുകയാണെങ്കിൽ നമ്മുടെ താജ്മഹൽ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ നോക്കി കാണണം ഗൈസ്, കാരണം അത്ര അടിപൊളിയാണിത്. കാരണം നമ്മൾ വെള്ളത്തിൽ യമുനാ നദിയിൽ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ കാരണം വെള്ളത്തിൽ ഇതുകൊണ്ട് വേൾഡ് വാർ ടൈമിൽ താജ്മഹൽ ബോംബെ വലിയതും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ട് ഇതേപോലെ മുളകൊണ്ട് കെട്ടിന്. അതിൻ്റെ ബാക്കി മാത്രമാണ് അത് കാണുന്നത്. ബാക്കിയുള്ളൊക്കെ ഒരു ഒഴിവാക്കി കാണാൻ വേണ്ടിയിട്ട് അതിൽ ബാക്കിയുള്ള സാധനമാണ് അത്. ഈ തള്ളൊക്കെ കേട്ട് ഇതിന് ഞങ്ങൾ ടൈം ഫുള്ള് പോയിട്ടോ. ആഗ്ര ഫോർട്ട് വിസിറ്റ് ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയതേ ഇല്ല ഗൈസ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾക്കത് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടോ. അങ്ങനെ നേരെ റൂമിലേക്ക് വിട്ടു. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് വീഡിയോസൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഞങ്ങൾ ക്യാമറ നോക്കി കുറച്ച് ഷോ ഇടാണ് ഗൈസ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ നേരെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ബസ്സിൽ ഗൈഡ് കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കതൊന്നും കേൾക്കാൻ നേരമില്ല. ഞങ്ങൾ നേരെ റൂമിലേക്ക് ഓടി. കാരണം ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് ഗൈസ്, ടയേർഡാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. മേക്കപ്പൊന്നും കണ്ട് അറിഞ്ഞിട്ടണ്ട, കാരണം ഞങ്ങൾ റൂമിലൊരു റീൽ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ടൈം കയ്യാറായതുകൊണ്ട് ഞങ്ങൾ ഓടി കതച്ച് വന്നതാണ് കേട്ടോ. എന്തോ സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞിട്ടോ. എന്താന്ന് കേട്ടോ. എന്താന്ന് സർപ്രൈസ്? എന്താ
സർപ്രൈസ് അവിടെ പോയി കാണുന്നത് മഞ്ഞ കളറ് സാധനം. ഇതെന്താ? കപ്സ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ മന്തി റൈസ്. ഓക്കെ. ഉപ്പില്ല കേട്ടോ. ഇതെന്താ? ഇത് ദാൽ കറി. ഓക്കെ. ഇത് പട്ടാണി കടൽ ഉണ്ടാക്കിയ പട്ടാണി കടല എന്തോ സാധനം. അതോ? അത് മഞ്ഞക്കറി. അത് ശരിക്കും ഇവിടുത്തെ ഒരു ഡെസേർട്ടാണ് ഗൈസ്. ഇവിടെ ഒരു അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പായസം പോലെയുള്ള സംഭവമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡും കൊള്ളായിരുന്നു കേട്ടോ. നൈറ്റത്തെ ഡിന്നർ കിട്ടില്ലായിരുന്നു. പിന്നെ ഡിന്നറിന് ശേഷമുള്ള ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിലുള്ള വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് അടുത്ത വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഓക്കെ, ബൈ.